കുറേ നാളായി കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. കാരണം ജോലിക്കാരും ഉള്ളതിൻ്റെ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ഫുഡായതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യം വരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ജോലിക്കാരിയാണെങ്കിൽ നിർത്തിപ്പോയി. അപ്പോൾ പിന്നെ ഇനിയുള്ള ഫുഡൊക്കെ അത്ര വലിയ സെറ്റായിരിക്കില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മുട്ട ഇരിക്കുന്നുണ്ടായി, പിന്നെ ചെറിയ കുറച്ച് ഐറ്റംസ് ഉണ്ടായി. അപ്പം അത് വെച്ചിട്ട് ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇവിടെയാണെങ്കിൽ ഫുഡിൻ്റെ ഒപ്പം ചിക്കൻ മാത്രമേ കഴിക്കാനുണ്ടാവുള്ളൂ, ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതെ, ഞാനിപ്പോൾ കുക്കറിൽ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കി, അതിനകത്ത് കുറച്ച് ഇഞ്ചിയുണ്ട്, കുറച്ച് വെളുത്തുള്ളിയുണ്ട്. ഇതെല്ലാം ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ച് ചൂടാക്കരുത്. ഇത് അടച്ച് വെച്ചില്ലെങ്കിൽ ഈ പാത്രം ഹീറ്റാവില്ല. പിന്നെ ഈ റെസിപ്പിയൊന്നും വെച്ചിട്ട് നിങ്ങൾ മുട്ടക്കറി ഉണ്ടാക്കണ്ട. നിങ്ങൾക്കൊക്കെ മുട്ടക്കറി ഉണ്ടാക്കാൻ അറിയാം. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മുട്ടക്കറി ഉണ്ടാക്കിയാൽ മതി. ഇത് എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇതിൽ കുറച്ച് സവാള ഉണ്ടായി, അതും എടുത്തിട്ടിട്ട് ഇനി ഒന്ന് മൂപ്പിക്കണം. അപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടായി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി ഇടും. എനിക്ക് എരിവ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് എരിവ് ഞാൻ കുറച്ചധികം ഇടും. പിന്നെ ഇത് ഷവർമ്മ മസാലയാണ്, വേറെ മസാലയൊന്നും ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഷവർമ്മ മസാല ഇടുന്നത്. പിന്നെ ഇത് ഇടിച്ച കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇട്ടിട്ട് ഇത് പച്ചമണം പോകുന്ന പോലെ, എല്ലാവരും പറയുന്ന പോലെ പച്ചമണം പോകുന്ന പോലെ അങ്ങോട്ട് ചൂടാക്കുക. അങ്ങനെ അതൊരു പരിവായിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഓക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും കുറച്ചുകൂടെ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കുഴകുഴാന്നിരിക്കും. ഉപ്പും മുളകൊക്കെ പിടിച്ചോന്നൊന്ന് നോക്കണം, ടെസ്റ്റ് അടിക്കണം. ഏകദേശം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആവും.
ഏകദേശം വെള്ളമൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്, വേവലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ഒരു മുട്ട ഉണ്ടായുള്ളൂ, ആ മുട്ട ഞാൻ 4 ആക്കിയിട്ട് കീറി അതിനകത്തേക്ക് ഇടുകയാണ്. അങ്ങനെ മുട്ടക്കറി അടിപൊളിയായിട്ടുണ്ട്. ഇനി അതെടുത്ത് നേരെ പാത്രത്തിലേക്ക് മാറ്റുക, ചോറ് കൊണ്ടുവരുമ്പോൾ ചോറിൻ്റെ ഒപ്പം കഴിക്കുക. എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം. ഈ ഒരു ചിക്കനും ഈ റൈസുമാണ് ഉണ്ടാവുള്ളൂ. ഈ മുട്ടക്കറി ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് കുറച്ച് ഗ്രേവി എടുക്കണ്ടായല്ലോ, അതിനകത്തേക്ക് നമ്മുടെ ചോറൊക്കെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നേരത്ത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ ഞാൻ കുഴച്ചെടുത്ത് പിന്നെ നേരെ നമ്മുടെ പാത്രത്തിലേക്ക് ആക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത്. മുട്ടക്കറി ഉണ്ട്, ചിക്കനുണ്ട്, റൈസുണ്ട്, പിന്നെ ഇരിക്കുന്ന ഒരു ഡ്രിങ്ക്സ് ഉണ്ട്. ആ ഡ്രിങ്ക്സിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തതാണ്. അത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇതൊക്കെയാണ് എൻ്റെ ഫുഡ്. പിന്നെ ഉള്ള കാര്യം പറയാം, ഞാൻ വെച്ചിട്ടാണോ എന്നറിയില്ല, അതോ വിശന്നിട്ടാണോ എന്നറിയില്ല, മുട്ടക്കറി നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ അടുത്തൊരു തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് കാണാം.